ഹലോ ആൻഡ് വെൽക്കം ടു ഓൾ ടീം ഫാബ്. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. യൂഷ്വലി നമ്മളൊരു വീഡിയോ കഴിഞ്ഞ് അതിൻ്റെ ഡെസ്പാച്ച് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ. പക്ഷേ ഇന്നലെ ഞാൻ കോട്ടൺ ഇട്ടില്ലായിരുന്നു, സിന്തറ്റിക് മാത്രമായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് പേഴ്സണലായിട്ട് വന്ന കുറച്ച് കമൻസും ആൻഡ് കസ്റ്റമറുടെ റിക്വയർമെൻറ്റുമാണ് ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് കാരണമായത്. പെട്ടെന്ന് തന്നെയുള്ളൂ കേട്ടോ. അപ്പം മറ്റേ ഈ കഴിഞ്ഞ വീഡിയോയുടെ പ്രൊഡക്ട്സ് കട്ട് ചെയ്യുന്നേ ഉള്ളൂ, നാളെ ഡെസ്പാച്ച് ആവും കേട്ടോ. മീൻസ് അക്കോർഡിംഗ് ടു യുവർ ഓർഡർ. ഫൈൻ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോട്ടൺ മെറ്റീരിയൽസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ നമുക്ക് ഹക്കോബ വരുന്നുണ്ട്, അജ്രക്കിൽ റീസ്റ്റോക്ക് വന്നിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്, ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ സൂപ്പർ ക്യാമ്പ്രിക് ഉണ്ട് വന്നിട്ട്. അപ്പം കോട്ടൺ മാത്രമാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ നിങ്ങൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമുക്ക് വാട്സാപ്പ് ഫോട്ടോ അയക്കുക. കൂട്ടത്തിൽ നിങ്ങൾക്ക് എത്ര വേണമെന്ന് മെഷർമെന്റ് പറയണം. അപ്പോൾ എനിക്കൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, നിങ്ങൾ പിൻകോഡും അതുപോലെ തന്നെ ഫോൺ നമ്പറും ഒന്നുകൂടെ ഒന്ന് വായിച്ച് കൺഫേം ചെയ്തിട്ടേ അയക്കാവുള്ളൂ. ഒരിക്കലും വോയിസ് ഇടുകയോ അല്ലെങ്കിൽ കറക്ഷൻ ഇന്നതാണെന്ന് പറഞ്ഞിടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ലെന്ന് വരും. നിങ്ങൾ അയക്കുന്ന മെയിൻ അഡ്രസ്സിന്റെ കൂടെയുള്ള ഫോൺ നമ്പറും പിൻകോഡും ആയിരിക്കും നമുക്ക് വരുന്നത്. അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമ്മളോട് ഇൻഫോം ചെയ്യോ ഇവൻ എന്നെ ഒന്ന് കോൾ ചെയ്യോ എന്തെങ്കിലും ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ തിരക്കാണെങ്കിൽ ചിലപ്പോൾ ഞാൻ കോൾ എടുത്തെന്ന് വരികയില്ല, എന്നാലും ഞാനത് ശ്രദ്ധിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വരും. അല്ലെങ്കിൽ നമ്മുടെ കേരളം ഇന്നിപ്പോൾ ഒരു പ്രശ്നം അങ്ങനെ ഉണ്ടായി, പ്രശ്നം ഇൻ ദ സെൻസ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അവർ പിൻകോഡ് പറഞ്ഞിട്ട് നമുക്ക് മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനത് ശ്രദ്ധിക്കാതെ പോയി. ട്രിവാൻഡ്രത്ത് എത്തേണ്ടത് ഇപ്പം എഗ്മോറിലാണ് ഉള്ളത്, ചെന്നൈയിൽ. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് നമ്മൾ സട്ടിലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, പക്ഷെ നമുക്കത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പം വേറെ പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആൻഡ് നിങ്ങളുടെ വാല്യുബിൾ കമൻസിനൊക്കെ ഒത്തിരി താങ്ക്സ് ഞാൻ പറയുകയാണ്. പിന്നെ നമ്മുടെ റേഞ്ച് ഞാൻ പറഞ്ഞില്ലല്ലോ. റേഞ്ച് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 105 മുതൽ, അതായത് ഹക്കോബ ഉണ്ട്, 105 ഹക്കോബ മുതൽ നമ്മുടെ 125 വരെയുള്ള പ്രൊഡക്ട്സ് കാണിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് നമുക്ക് 250 വന്നിട്ടുള്ള 2 കളേഴ്സ് കസ്റ്റമർ പറഞ്ഞ അനുസരിച്ച് അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് പറയുവാണെങ്കിൽ ഒരു 105 to 250 റേഞ്ചാണ് നമുക്ക് ഇന്ന് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ എന്താ പറയാനുള്ളത്, വിട്ട് വരുന്നത് ഓൾമോസ്റ്റ് എല്ലാ കോട്ടൺ മെറ്റീരിയൽസും ഒരു 44 ഇഞ്ചസ് തന്നെയാണ് വിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഹക്കോബ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഏകദേശം ഒരു 38 to 40 ആ ഹക്കോബ ഡിസൈൻ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് വിത്തൗട്ട് ഡിലേ പ്രൊഡക്ട്സ് കണ്ടാലോ. സോ നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് 105 റുപ്പീസിൽ വന്ന ഈ ടൈപ്പ് ഹക്കോബയാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാം, ഇത് നമുക്ക് സ്കേർട്ടിനും അതുപോലെ ഇപ്പോൾ ചിലർ ബ്ലൗസ് ലോങ് സ്ലീവ് വെച്ചിട്ട് ഈ ഹോൾസ് വരുന്ന എൻ്റെ കൈയുടെ എൻഡിലേക്ക് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു വൈൻ ഷെയ്ഡിലാണ് വന്നേക്കുന്നത്, റീസ്റ്റോക്ക് ഐറ്റം ആണ്. വേറെ കളേഴ്സ് വന്നേക്കുന്നത്, ഇതിലിപ്പം എനിക്ക് ഷോപ്പിലേക്ക് വന്നത് ഈ വൈൻ കളറാണ് കേട്ടോ. ഈ പ്രൊഡക്റ്റ് 105 തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നമ്മൾ യൂഷ്വലി ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിൻ്റെ പിക്ക് ഇടും. അതായത് നിങ്ങൾ പറഞ്ഞ പ്രൊഡക്ട്സ് ആണ് എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി. അതിൽ നമുക്ക് കളറിൻ്റെ വേരിയേഷനെ പറ്റി നിങ്ങൾ പേടിക്കേണ്ട, കളർ ചേഞ്ച് വരത്തില്ല. നിങ്ങൾ ആ പ്രിൻറ്റും ഒക്കെ ഒന്ന് നോക്കുക. ഞാൻ എൻ്റെ ഫോണിലാണ് എടുക്കുന്നത്, അപ്പോൾ ഒരു ലൈറ്റ് അടിക്കുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട് കളർ. ഓക്കെ, അപ്പോൾ വീഡിയോയിൽ വരുന്ന കളറായിരിക്കും ഓൾമോസ്റ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റിനോട് ക്ലോസർ ആയിട്ട് നിൽക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഒരു നേരിയ കളർ ചേഞ്ച് നമുക്ക് വരും. ഫൈൻ, അതൊന്ന്. ചിലർ ഡിറ്റോ അത് തന്നെ കിട്ടും കേട്ടോ. രണ്ടാമത്, ഈ പ്രൊഡക്റ്റ് ഇട്ട് കഴിഞ്ഞ് പിന്നെ നമ്മളത് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാക്ക് ചെയ്തതിൻ്റെ അഡ്രസ്സിൻ്റെ ആ പിക്കും കൂടെ ഞാൻ അയക്കുന്നുണ്ട്. അത് ഒന്ന് പാഴ്സലായി എന്നുള്ളത്, റെഡിയായി എന്നുള്ളത്. രണ്ട്, നിങ്ങൾ ആ അഡ്രസ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. ഞാൻ എഴുതുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഞങ്ങൾ ചെയ്യുന്നതിൽ വരുന്നുണ്ടോ. അപ്പോൾ ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു ഓക്കെ അതിട്ടേക്കുക. ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ടൈം അറിയാലോ, ആഫ്റ്റർനൂൺ ആണെങ്കിൽ നെക്സ്റ്റ് വർക്കിംഗ് ഡേയിൽ ഡിസ്പാച്ച് ആയിരിക്കും. പിന്നെ ഞാൻ ഈ ഐ ഡി ഇപ്പം റീസെൻ്റ് ആയിട്ട് എല്ലാവർക്കും പോസ്റ്റ് ചെയ്യാറില്ല, കാരണം അവർക്ക് അവിടുന്ന് പ്രിന്റ് ചെയ്ത് വരുന്ന ഐ ഡി ഒട്ടും ക്ലിയർ അല്ല. അപ്പോൾ ഈ 400-450 ഐ ഡി വീണ്ടും ടൈപ്പ് ചെയ്തിടുക എന്ന് പറഞ്ഞാൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒരു 3 to 5 വർക്കിംഗ് ഡേയ്സ് നിങ്ങൾ ഈ ഡെസ്പാച്ച് ആകുന്ന ദിവസം മുതൽ നിങ്ങൾ കൂട്ടണം കേട്ടോ. അപ്പോഴേ നമുക്ക് പ്രൊഡക്റ്റ് കേരളത്തിൽ എവിടെയും എത്തുള്ളൂ. ട്രിവാൻഡ്രം ഒക്കെ എനിക്ക് തോന്നുന്നു 3-4 ഡേയ്സിൽ എത്തുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും റെയിനോ അല്ലെങ്കിൽ വല്ല ഹർത്താലോ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ ഡിലേ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് പേഷ്യൻസ് വേണം, നിങ്ങൾക്ക് അത് വെയിറ്റ് ചെയ്യുക കേട്ടോ. DTDC ആകുമ്പോൾ മാക്സിമം 2 to 3 മാക്സിമം അവർ സൺഡേ ഡെസ്പാച്ച് ചെയ്യില്ല, ഡെലിവറി ഇല്ലെങ്കിലും അവർ വർക്കിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വേണമെന്നുള്ളവർ DTDC എടുക്കുക. അത് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറയാൻ വിട്ടുപോയി. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ നമ്മുടെ ഷിപ്പിംഗ് ചാർജസ് 45 to 95 ഫിക്സ്ഡ് ആണ് കേട്ടോ. 10 meters above 95 ഫിക്സ്ഡ് ആയിരിക്കും. സോ വിത്ത് ദ പ്രൊഡക്റ്റ്. സോ ഇപ്പം നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് അറിയാം, നിങ്ങൾക്ക് ഇത് സ്കേർട്ട് ചെയ്യാനും അതുപോലെ കുട്ടികൾക്ക് ഫ്രോക്ക് ചെയ്യാനും ഒക്കെ ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ വേറെ ഹക്കോബ ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ വെച്ചിട്ട് ആ ഫുട്ബോൾ ടൈപ്പ് വരുന്നത്
ആൻഡ് ഇത് താഴെ പോർഷനിലേക്ക് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഐഡിയ. സോ ഈ ഒരു പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത് 105 തന്നെയാണ് ഇപ്രാവശ്യം നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ. നല്ലൊരു വൈൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫസ്റ്റ് പ്രൊഡക്റ്റ്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത് അതിനോട് വളരെ ക്ലോസർ ആയിട്ട് നിൽക്കുന്ന ഒരു മെറൂൺ ഷെയ്ഡാണ്. സീ ദ ഡിഫറൻസ്. സെയിം കളറാണോ കാണുന്നത്? സെയിം കളർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി ഒരു മെറൂൺ ഷെയ്ഡിലോട്ടാണ് വന്നേക്കുന്നത്. ഇത് 110 നമുക്ക് വന്നിരിക്കുന്നത്. 110 ഫസ്റ്റ് വൺ കാണിച്ചത് 105 അപ്പോൾ ഇതുപോലെ ഈ ഹക്കോബ എല്ലാവർക്കും തന്നെ ക്ലിയർ ആണ്. അപ്പോൾ ഇതാണ് നമുക്ക്, എനിക്ക് തോന്നുന്നു ഏറ്റവും നമുക്കൊരു അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ഹക്കോബ ഇതിൽ ഇതാണ്. പിന്നെ ചിലതുണ്ട് നമുക്കൊരു 130, 140 വരുന്ന. അപ്പോൾ അതിൻ്റെ ത്രെഡ് ക്വാളിറ്റി എനിക്ക് അത്രയും ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് എടുക്കാത്തത്. പിന്നെ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ തയ്ക്കണമെന്നുണ്ട്, അതാണ്. പക്ഷേ ഇത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അതുപോലെ തന്നെ ക്വാളിറ്റി വൈസും നല്ല പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇതിലേക്ക് നിൽക്കുന്നത് കേട്ടോ. സോ ദിസ് ഇസ് 110 നമുക്ക് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. നല്ലൊരു കളറ്. പിന്നെ നമുക്ക് വൈറ്റ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വൈറ്റ് ഇട്ടു എന്നാണ് ഞാൻ ഓർത്തത് കൊണ്ടാണ്. അപ്പോൾ ഇത് വെള്ളം നമുക്ക് വന്നിരിക്കുന്നത്. ഇതിലൂടെ എവിടെയോ ഒരു കളർ കയറി പിടിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ ചില ഹക്കോബയുടെ ചില പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഈ സൈഡിൽ ചെറിയ ഡാമേജ് ഉണ്ടെങ്കിലും ചിലരോട് ഞാൻ പറയും ഓർത്താൽ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അയക്കുന്നുണ്ട്. കാരണം നമ്മൾ എപ്പോഴും ഈ ഡിസൈൻ പോർഷൻ ആണല്ലോ. അപ്പോൾ അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ. അതുപോലെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഓപ്പൺ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോഴും നമുക്കത് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അത് ചിലപ്പോൾ സ്റ്റോക്ക് തീർന്നു പോകും. അത് ഓർക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് വൈറ്റിൽ വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ വൺ അല്ലേ? വൈറ്റ് എപ്പോഴും എലഗൻ്റ് ആണ്. 110 വന്നേക്കുന്നു. ആൻഡ് ഓഫ് കോഴ്സ് വൈറ്റ് കാണിച്ച ഉടനെ തന്നെ ബ്ലാക്ക് കാണിക്കാമല്ലോ നമുക്ക്. ഓക്കെ, ബ്ലാക്ക് നമുക്ക് വന്നിട്ടുണ്ട്. ദിസ് ഇസ് ഓൾസോ 110 വന്നേക്കുന്നത്. അപ്പോൾ ഇത്രയും പോർഷനാണ് നമുക്ക് ഹക്കോബ വരുന്നത് കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ എടുക്കാൻ. ചിലരിത് കട്ട് ചെയ്യാതെ എടുക്കും തോന്നുന്നു, ഐ ഡു നോട്ട് നോ. സോ നമുക്ക് കുട്ടികൾ ജീനിൻ്റെ കൂടെയൊക്കെ കുർത്തി ചെയ്താലും നല്ല രസമാണ്. വേണം കുട്ടികളൊക്കെ ടീനേജേഴ്സും ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. കൈ വേണമെങ്കിൽ അങ്ങ് ഫ്രീ ആയിട്ട് വിട്ടിട്ട് ബോഡി പാർട്ട് ലൈനിങ് വെച്ച് ചെയ്യാം. അപ്പം ഇത് നമുക്ക് 110 വന്നേക്കുന്നു. നെക്സ്റ്റ് നമ്മൾ കാണുന്ന ഹക്കോബ ഇതാണ് കേട്ടോ. അപ്പം ഇത് നല്ല പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള പ്രീമിയം ക്വാളിറ്റിയാണ് ഹക്കോബ വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളർ എന്താ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലാവൻഡറിൻ്റെ ഒരു ലൈറ്റ് അതിലേക്കാണ് പോകുന്നത്. പേർപ്പിൾ അങ്ങനത്തെയൊക്കെ ആ ഒരു ഷെയ്ഡ്. സെയിം കളറാണോ ക്യാമറയിൽ കൂടെ കാണുന്നത്? സെയിം കളറാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്ലോസർ നമുക്ക് ഇതിൻ്റെ ഹക്കോബയുടെ ഈ ഹോൾസിന് ചുറ്റും നമുക്ക് ഈ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട്. ഇൻ ബിറ്റ്വീനും നമുക്ക് ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വർക്കൊക്കെയാണ് ഇതിൻ്റെ ക്വാളിറ്റി. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ത്രെഡിൻ്റെ ക്വാളിറ്റിയും കൂടി അനുസരിച്ചിട്ടാണ് ഹക്കോബയുടെ റേറ്റ് വരുന്നത് കേട്ടോ. പ്യുവർ കോട്ടണിൽ വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് പ്ലെയിൻ സാരീസിൻ്റെ കൂടെ അതുപോലെ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ ഒക്കെ നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. ആൻഡ് ഈവൻ മറ്റ് ഹക്കോബയിലെ നമ്മുടെ 120 ഹക്കോബ 110 ഹക്കോബയുടെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, സോ ഇതൊരു റിക്വയർമെൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഫസ്റ്റ് വൺ കാണിച്ചത്. 250 റുപ്പീസാണ് അതിന് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വൺ യെല്ലോ ആയിരുന്നു ചോദിച്ചത്. ഞാനൊരു യെല്ലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് യെല്ലോയിൽ വരുന്നത്. ഇതും നമുക്ക് പ്യുവർ കോട്ടണിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കാണണമെങ്കിൽ ഇതുപോലെ നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വേറെ ഏതൊരു ഷെയ്ഡ് വെച്ച് കാണിച്ചാലേ നിങ്ങൾക്കത് കളർ മനസ്സിലാവുള്ളൂ. ജസ്റ്റ് ഒന്ന് നോക്കൂ. ഈ ഒരു ഷെയ്ഡ് വെച്ച് നോക്കിയാൽ നമുക്ക് കാണുന്നില്ല അല്ലേ? കാണുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഒരു കളർ വരിക. ഇതേപോലെ തന്നെ ഇതിൻ്റെ ഹോൾ വരിക. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു യെല്ലോയിൽ വന്നിരിക്കുന്നത്. ബ്ലാക്കിനൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന ഒരു കോമ്പിനേഷൻ കേട്ടോ. അപ്പം ഇതും വന്നിരിക്കുന്നത് 250 അപ്പോൾ നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ആ കളേഴ്സ് ഞാൻ കാണിക്കാം കേട്ടോ. 250 ബ്ലാക്കിന് നല്ല കോമ്പിനേഷൻ ആയിരിക്കും. വൈറ്റിനും ഓഫ് കോഴ്സ് നല്ല രസമായിരിക്കും. റെഡിനും എല്ലാത്തിനും. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് വന്നിരിക്കുന്നത് ഹക്കോബ. 250 റുപ്പീസ് പെർ മീറ്റർ. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നിരിക്കും. സോ നെക്സ്റ്റ് വൺ നമുക്ക് അജ്രക്കാണ്. ഇത് നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട എല്ലാവർക്കും ചിക്കു റെഡും ബ്ലാക്കും ഒക്കെ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഒരു കസ്റ്റമർ ബ്ലൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ ആരാണ് ഞാൻ വിട്ടുപോയി. അപ്പോൾ ഇത് ലിമിറ്റഡ് ആണ് സ്റ്റോക്ക്, എന്നാലും ഞാൻ എടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവർ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് ഓർഡർ ചെയ്യുക. ഇതിൻ്റെ ഒന്നും പ്രത്യേകത ഞാൻ പറയേണ്ട കാര്യമില്ല. 44 ഇഞ്ചസ് ആണ് വിട്ട്. നമുക്ക് ഏത് ടൈപ്പ് ചെയ്യാനും കാണാം. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ റീൽസ് കാണുമ്പോഴല്ലേ ആ പ്രൊഡക്റ്റിനോട് പിന്നെ ചോദിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ചെയ്യാൻ വേണ്ടി ഇറ്റ്സ് ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഐഡിയയും പുതിയ ഐഡിയ എല്ലാം കൂടെ ചേർത്ത് നല്ല ക്രിയേറ്റീവായിട്ട് പുതിയ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുക. അപ്പോൾ ഇതുപോലെ ചെയ്യാം. ലൈക്ക് ഫ്രണ്ട് പോർഷനിലൊക്കെ ഇങ്ങനെ
ത്രെഡ് വർക്കും അതുപോലെ തന്നെ ബീഡ്സും ഒക്കെ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. ആൻഡ് വളരെ സ്മൂത്ത് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ. ഞാനിപ്പോൾ അധികം അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസ് കളർ വന്നേക്കുന്നത് ബ്ലൂ ആൻഡ് ഓഫ് കോഴ്സ് ആ ക്രീപ്പേഴ്സ് പോലെ വന്നേക്കുന്നത് അല്ലേ. എന്തായാലും ഭയങ്കര ട്രെൻഡിങ് ആണ് ഇപ്പോഴും. ഇത് ഒരിക്കലും ഔട്ട് ആവത്തുമില്ല. എന്ത് ഔട്ട്ഫിറ്റ് ചെയ്യാനും ഫ്രോക്ക് ആയാലും കുർത്തി ആയാലും ഒക്കെ നല്ലതാണ്. സോ 125 അത് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് അജ്രക്കിൽ ചെറിയ പ്രിന്റ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അജ്രക് പ്രിന്റിൽ വന്നേക്കുന്നു. അപ്പോൾ അധികവും നമുക്ക് ബ്ലാക്ക് ആൻഡ് മെറൂൺ അങ്ങനത്തെ ഷെയ്ഡ്സ് ആണ് വരുന്നത്. ഇത് നമുക്ക് എനിക്ക് അതിൽ വന്നപ്പോൾ പ്രൊഡക്റ്റ് അയച്ചിരുന്ന കലംകാരി പ്രിന്റ് എന്നായിരുന്നു, പക്ഷെ അതിൻ്റെ അതേ ക്വാളിറ്റിയിലാണ് വന്നേക്കുന്നത് കേട്ടോ. 125 ആണ് മീറ്ററിന്. രണ്ട് സൈഡും ഒരുപോലെ വന്നിരിക്കുന്നു. അപ്പോൾ ഇത് മെറൂണിലാണ് വന്നേക്കുന്നത്. സോ നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെയിം പ്രിന്റ് നമുക്ക് ബ്ലാക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒന്നിച്ച് കാണിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിൽ മെറൂണിലേക്ക് ഈ കറക്റ്റ് ഫ്ലോറലിൻ്റെ നടുക്ക് മിഡിൽ വന്നിരിക്കുന്ന ആ ഡോട്ട് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ്. ആൻഡ് കോൺട്രാസ്റ്റ് ഇതിലേക്ക് വന്നേക്കുമ്പം ആ ബ്ലാക്കിന് ഫ്ലോറലിൻ്റെ നടുക്ക് മെറൂൺ വന്നിരിക്കുന്നു. സെയിം പ്രിന്റ്, കളർ ഓൺലി ചേഞ്ചസ്. അപ്പോൾ ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് മെറൂണിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ആൻഡ് ഇതിൻ്റെ ട്രാൻസ്പെറൻ്റ് അല്ല, ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല. നിങ്ങൾ കുർത്തയാണ് ചെയ്യുന്നതെങ്കിൽ മാത്രം നിങ്ങളൊന്ന് പിന്നെ ലൈനിങ് വെച്ച് ചെയ്യാൻ നോക്കുക. സോ വളരെ സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ. അപ്പോൾ ഇതുപോലെ വന്നിരിക്കുന്നു. 125 വന്നിരിക്കുന്നത്. കളർ ലീക്കേജിൻ്റെ ഒന്നും പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ ബ്ലൂ ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഒന്ന് കളർ കാർഡ് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പ്രോഡക്റ്റ് നമുക്ക് കുറച്ചും കൂടെ സേഫ് ആയിരിക്കും കേട്ടോ. പിന്നെ ഡിറ്റർജൻറ്റ് എപ്പോഴും ഓർക്കുക, ഡിറ്റർജൻറ്റ്സ് എല്ലാം തന്നെ വൈറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കളർ യൂസ് ചെയ്യുമ്പോൾ അത് ഡിമ്മാകും. അപ്പോൾ അതനുസരിച്ച് പെട്ടെന്ന് തന്നെ വാഷ് ചെയ്തെടുക്കണം കേട്ടോ. ദെൻ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പ്രൊഡക്റ്റ്. നമുക്ക് അജ്രക്കിൽ ഇത് നമ്മൾ ഒരിക്കൽ കാണിച്ചു, അത് സ്റ്റോക്ക് ഔട്ട് ആയി. പിന്നെ അത് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് 20 മീറ്റേഴ്സ് സ്റ്റോക്കിൽ കിട്ടിയിട്ടുള്ളൂ. ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റായിട്ട് വന്നേക്കുന്നു. അപ്പം ഇത് കം ക്ലോസർ. ഇതിനകത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലൊരു ഡോട്ട്, മെറൂൺ ഡോട്ട് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നതിൽ നമുക്ക് അതില്ലായിരുന്നു. ഇതിൽ നമുക്കൊരു മെറൂൺ ഡോട്ടും കൂടെ, മെറൂൺ അല്ല ഒരു മെറൂണിൻ്റെ ഡോട്ടും കൂടെ വരുന്നുണ്ട്. അത് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചാൽ കാണാം. അപ്പോൾ ഒരു ബ്ലാക്ക് അല്ലേ, ഒരു ബ്ലാക്കിൽ ആ ഒരു ചിക്കുവാണ് സർക്കിൾ വന്നേക്കുന്നത്. ഇതും അതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട്. സോ ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. ഇല്ല സിംഗിൾ ആയിട്ട് മതിയെങ്കിൽ അങ്ങനെ എടുക്കാം. ബോത്ത് ആർ 125. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്. നൈറ്റ് ചെയ്യാനും കുർത്തി ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് നല്ലതാണ്. അപ്പോൾ ഇതേപോലെയാണ് ഇതിൻ്റെ ഉൾവശം കേട്ടോ. ഇതിൻ്റെ നല്ല വശമാണ്. അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഒരു ലീഫിൻ്റെ ഡിസൈനാണ്. ആൻഡ് ഓഫ് കോഴ്സ് അതിനിടയിൽ കൂടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള നമ്മുടെ അജ്രക് ഡിസൈനും വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ പ്രൊഡക്റ്റ്. ആൻഡ് അതിന് പെയർ ചെയ്യാനായിട്ട് വന്നേക്കുന്നത്, സെറ്റായിട്ട് വന്നേക്കുന്നത് ഇതുപോലെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് മാത്രമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ കോഡ് സെറ്റൊക്കെ ചെയ്യാൻ നല്ലതല്ലേ ഇങ്ങനത്തെ വലിയ പ്രിന്റ്. അപ്പോൾ ഭയങ്കര ഡാർക്ക് ബ്ലാക്ക് അല്ല, അതിൽ ആ ഒരു മെറൂണിൻ്റെ ഒരു ഡോട്ട്സ് പോകുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു പ്രിന്റും എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് പേഴ്സണലി എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പ്രിൻ്റാണിത്. അപ്പോൾ 125 രണ്ട് പ്രൊഡക്റ്റും വന്നേക്കുന്നത്. സെക്കൻഡ് ആൻഡ് നെക്സ്റ്റ് വൺ അജ്രക്കിൽ. ഇതും നമുക്ക് വളരെ പോപ്പുലറായി ഒരുപാട് പേര് മേടിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് നമുക്ക് ബ്രിക്കാണ് കേട്ടോ. ബ്രിക്ക് റെഡിലാണ് വന്നേക്കുന്നത്. അതിൽ നമുക്ക് ഇതിൻ്റെ ബ്ലാക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, തീർന്നു പോയി നമ്മുടെ അടുത്ത്. അപ്പോൾ പിന്നെ വന്നത് നമുക്ക് ഈ ബ്രിക്ക് കളർ മാത്രമാണ്. അപ്പോൾ ഇത് ഞാൻ കാണിച്ചിട്ടേ ഇല്ലെന്ന് തോന്നുന്നു, കുറേ ആയി കാണിച്ചിട്ട്. ഓക്കെ, അതിൽ ആ ഒരു ചിക്കുവിൻ്റെ ഷെയ്ഡ് നല്ല സൂതിങ് ആയിട്ടുള്ള ഒരു കളറ്. ഇത് നമുക്ക് എന്ത് ചെയ്താലും രസമായിരിക്കും. എന്താ ചെയ്യേണ്ടത്, പിന്നെ നിങ്ങൾ ഇതിനകത്ത് ഈ സർക്കിൾ വരുമ്പോൾ ഇതിന് നടുക്കൂടെ ഗ്ലാസ് വർക്ക് അതൊക്കെ കൊടുക്കുമോ, അങ്ങനെയൊക്കെ ചെയ്താലും നല്ല രസമായിരിക്കും കേട്ടോ. അതതിൻ്റെ ഭയങ്കരമായിട്ട് പ്രൊഡക്റ്റ് ചേഞ്ച് ആവും അത്. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് വന്നേക്കുന്ന റീസ്റ്റോക്ക് വന്ന പ്രൊഡക്റ്റാണ്. ഇതിലൊരു കോഫി ബ്രൗണിൽ നമുക്ക് ആ ഒരു ചെക്കും ആൻഡ് പോപ്പുലർ അജ്രക് പ്രിന്റും കൂടെ വരുന്നത് അതുപോലെ കേട്ടോ, സ്ക്വയർ ആയിട്ട്. ഇത് ഓൾമോസ്റ്റ് നമുക്ക് 38 മീറ്റേഴ്സോളം പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ആദ്യമായിട്ട് കാണുന്നവർക്ക് നമുക്ക് കാണിക്കാം. ഓക്കെ, ഇതാണ്ടോ, ഇതാണ് ഇതിൻ്റെ ബേസ് കളർ കേട്ടോ, കോഫി ബ്രൗണ്. ആൻഡ് പ്രിന്റ് വന്നേക്കുന്നു. അതിൻ്റെ മുകളിൽ ആ ഒരു പേസ്റ്റൽ ഷെയ്ഡും ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള അജ്രക് പ്രിന്റ് ചെക്സിനകത്ത് വന്നേക്കുന്നു. ഇത് ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ബ്ലൂ ബ്ലാക്ക് എല്ലാം പോയി, അത് സ്റ്റോക്ക് വന്നിട്ടില്ല. നമുക്ക് കോഫി മാത്രമാണ് നമുക്ക് സ്റ്റോക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഒട്ടും ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ വേണമെങ്കിൽ മാത്രം നോക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ ലൈനിങ്. കാരണം ലൈനിങ് കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് അത് പിന്നെയും ഹെവി ആകും, അത് ആലോചിക്കാം. അപ്പോൾ ഇതാണ് ആ പ്രൊഡക്റ്റ്. 125 വന്നേക്കുന്നത് ഇപ്രാവശ്യം. ഓക്കെ, സോ അതാണ് നമ്മുടെ അജ്രക് കളക്ഷൻ ഇന്നത്തെ.
ഇനി നമ്മൾ കാണിക്കുന്നത് വെരി സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ കാംബ്രിക് കോട്ടൺ മെറ്റീരിയലാണ്, എക്സ്പോർട്ട് ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത്. ഇത് വാങ്ങിയവരെല്ലാം വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്കും ധൈര്യമായിട്ട് പ്രൊഡക്റ്റ് റീപ്ലേസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഐ മീൻ റീസ്റ്റോക്ക് ചെയ്യുന്നതിന്. അപ്പോൾ ഇത് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത്. ഇവിടെ ഒരു ചെറിയ യെല്ലോ ഷെയ്ഡ് പോകുന്നുണ്ട്, അത് തന്നെ ഇവിടെ ഡിറ്റോ ആ ഒരു ലൈൻ പോകുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ടോപ്പായിട്ട് ചൂസ് ചെയ്യാം, ഇഷ്ടമുള്ളത് ബോട്ടമായിട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഇഷ്ടം വെച്ചാൽ ഇത് ബോട്ടം ഇത് ടോപ്പ് ആക്കാനാണ് എനിക്കത്. പക്ഷെ നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ കാണാം. ഈ പ്രൊഡക്റ്റ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ. ആൻഡ് എനിക്ക് ഇന്നലെ ഒരാൾ കമൻറ്റ് ഇട്ടിരുന്നു, നേരിട്ട് കണ്ടതിനെ ഐ മീൻ ഇതിൽ കണ്ടപ്പോഴതിനേക്കാളും നേരിട്ട് കണ്ടപ്പോഴാണ് പ്രൊഡക്റ്റ് കൂടുതൽ ഇഷ്ടമായത്. അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഇതുപോലെ 44 ഇഞ്ചസിലാണ് വിഡ്ത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് പ്രൊഡക്റ്റ് വരിക. അപ്പോൾ ഞാനിതിങ്ങനെ ഫോൾഡ് ആയിട്ട് അത് വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ 44 ഇഞ്ചസിലാണ് വരുന്നത്. സെയിം കളറാണോ കാണുന്നത്? നല്ലൊരു ബ്ലൂ. നമ്മൾ ബ്ലൂ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരത്തില്ലേ, സ്കൈ ബ്ലൂവിനേക്കാൾ ഇച്ചിരി ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു ബ്ലൂ കേട്ടോ. അപ്പോൾ അതിൽ വൈറ്റ് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ വരുന്നു. ഓക്കെ, സോ നമുക്ക് ഇതിലേക്ക് വന്നാലോ. ഒറ്റ സെക്കൻഡ് ക്ലോസ്. ഇതിൻ്റെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇനി സലോ ടേപ്പ് ഞാൻ ഇങ്ങനെ ചെയ്യുകയാണ് എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്കിത് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സെറ്റ് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ നോക്കുക. ഇതേപോലെയാണ് ഈ പ്രൊഡക്റ്റ് വരുന്നത്. അപ്പം സെയിം കളറല്ലേ കാണുന്നത്? സെയിം കളറാണ് കാണുന്നത്. സോ കോമ്പിനേഷൻ ഓഫ് വൈറ്റ് ആൻഡ് ബ്ലൂ ആൻഡ് യെല്ലോ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ വൺ. ക്വാളിറ്റി വൈസ് ആണെങ്കിൽ നമുക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇത് 44 ഇഞ്ചസ് ആണ് വരുന്നത്. ഇതുപോലെയാണ് ഇതിൻ്റെ ഉൾവശം വരുന്നത്. ഇതിൻ്റെ നല്ല വശം കേട്ടോ. അപ്പം ടോപ്പ് ആൻഡ് ബോട്ടം 125ലാണ് ഈ പ്രൊഡക്റ്റും വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര മീറ്റേഴ്സ് വേണ്ടെന്ന് വെച്ചാൽ പറയുക. സെറ്റായിട്ട് എടുക്കണം, ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ട് തന്നെ എടുക്കണം ഈ പ്രൊഡക്റ്റ്. സോ ദാറ്റ് ഈസ് എ ഫസ്റ്റ് പ്രൊഡക്റ്റ്. നെക്സ്റ്റ് വൺ ഒരു റാണി പിങ്ക് ആൻഡ് ഡാർക്ക് ബ്ലൂവിൻ്റെ കോമ്പിനേഷനാണ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ വൺ. നല്ല രസമുള്ള ഒരു കോമ്പിനേഷൻ കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ വേണേലും നിങ്ങൾക്ക് ടോപ്പ് ആൻഡ് ബോട്ടം ചൂസ് ചെയ്യാം. ഇതുപോലെ ഇത് പാൻസ് ആയിട്ട് ഇത് ടോപ്പ് എടുക്കാം, അങ്ങനെ വേണേലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കേട്ടോ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ വന്നേക്കുന്നത് ഇതുപോലെ റാണി പിങ്കിൽ ഒരു ചെറിയൊരു ഫോയിൽ വന്നിട്ടുണ്ട്. ഇത് പോകുന്നൊന്നും പേടിക്കണ്ട, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് എന്നാലും നല്ല ശ്രദ്ധിച്ച് വാഷ് ചെയ്യുക, കാരണം അത്രയും സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. വളരെ നമ്മൾ ഡെലിക്കേറ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുക. ഭയങ്കര ഹാർഡായിട്ടുള്ള ഡിറ്റർജൻ്റ് ഒന്നും യൂസ് ചെയ്ത് പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കുക. നമ്മൾ കുറേ ദിവസം കൂട്ടിയിടാതെ കൂട്ടിയിടാതെ അങ്ങനെയൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് പോലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്ന പ്രൊഡക്റ്റ്. ഇത് അതിൻ്റെ നല്ല വശം, ഇതിൻ്റെ ഉൾവശമായിട്ടോ വരുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ പ്രിൻറ്റ് കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതേപോലെയാണ് ടോപ്പിനും ബോട്ടത്തിനും ഇഷ്ടമുള്ള പോലെ 125 റുപ്പീസ് പെർ മീറ്റർ. അതാണ് പറയുന്നത്. വളരെ സ്മൂത്ത് ആണ്, അത് വളരെ ഫ്ലോയി ആണ്. ആ പ്രൊഡക്റ്റ് വീഴുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ വാങ്ങിയിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ, മറ്റുള്ളവർക്ക് അത് ഉപകാരപ്രദമായിരിക്കും. സോ നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് അതിൽ ബ്ലൂ ആണ്. കോമ്പിനേഷൻ, കളർ കോമ്പിനേഷൻ നമുക്ക് ഒരു രക്ഷയില്ല പറയാൻ. അത്ര എനിക്ക് തന്നെ അറിയത്തില്ല, അത്ര ഭംഗിയാണ്. വെറുതെ പറയല്ല, വാങ്ങിയവരൊന്ന് ദയവേത് കമൻറ്റ് ഇടുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന് വരുന്നത്. ടോപ്പ് ആൻഡ് ബോട്ടം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചൂസ് ചെയ്യുക. സെറ്റായിട്ട് തന്നെ എടുക്കണം, ടോപ്പും ബോട്ടവും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ 2.5+2 അങ്ങനെ എടുത്താലും കുഴപ്പമില്ല. പക്ഷെ ഒരാളിനും തന്നെ വന്ന് ഒരു 5 മീറ്റർ അങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് കുറച്ചൊരു മറ്റുള്ളവർക്ക് കിട്ടാതെ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ. അപ്പോൾ ദിസ് ഇസ് ഓൾസോ 125 പെർ മീറ്റർ ആണ് വരുന്നത്. ഓക്കെ, ഇതേപോലെ ഫസ്റ്റ് പ്രോഡക്റ്റ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു റെയർ കോമ്പിനേഷൻ ആണ്. ഒരു പെർട്ടിക്കുലർ യെല്ലോ ആൻഡ് ഒരു രാമ ഗ്രീൻ അങ്ങനത്തെ ഒരു ഷെയ്ഡ് കേട്ടോ. സെയിം കളറാണോ കാണുന്നത്? ഓൾമോസ്റ്റ്. ഓക്കെ, കറക്റ്റ് അല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു രാമ ഗ്രീനും ആൻഡ് ഇതൊരു യെല്ലോ ആണ് ശരിക്കും വന്നേക്കുന്നത്. നല്ല കോമ്പിനേഷനാണ് കേട്ടോ, യാതൊരു ഡൗട്ടും ഇല്ല. അപ്പം ട്രസ്റ്റ് മീ, ഞാനത് ജസ്റ്റ് വെറുതെ പറയല്ല, അത്രയും ഭംഗിയുള്ളൊരു കോമ്പിനേഷൻ. അതിലൊരു ചെറിയൊരു ഫ്ലോറൽ എന്ന് നമുക്ക് പറയാം, അങ്ങനത്തെ ഒരു പ്രിന്റ് വന്നേക്കുന്നു. ഓക്കെ, ഇതാണ് ഇതിന് ടോപ്പായിട്ടോ ബോട്ടമായിട്ടോ യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും ബോട്ടം, ആൻഡ് ഈ ചെറിയ പ്രിന്റ് നമുക്ക് ബോട്ടമായിട്ട് യൂസ് ചെയ്യാം. തിരിച്ചു വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. എനിക്ക് തോന്നുന്നത് ഇതാണ് ബോട്ടം, ഇത് ടോപ്പ് എന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ആൻഡ് ഇതിൻ്റെ തിക്നെസ് കാണുക, നമുക്ക് ട്രാൻസ്പെറൻ്റ് അല്ല, പക്ഷേ ലൈനിങ് വെച്ച് തന്നെ ചെയ്യാൻ നോക്കുക. അത്രയും സ്മൂത്ത് ആണ് ഫാബ്. അപ്പം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിടക്കും. ലൈനിങ് വെച്ച് തന്നെ ചെയ്യാം, ട്രാൻസ്പെറൻ്റ് ആണെന്നുള്ള പ്രശ്നം വരുന്നില്ല. അപ്പോൾ 125ലാണ് ഈ പ്രൊഡക്റ്റും പോയിട്ടുള്ളത്. ഓക്കെ, സോ ഒരു ബ്ലൂ ആൻഡ്
പ്രൊഡക്റ്റ് വന്നു. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ഒരു ലൈറ്റ് ഷെയ്ഡിലോട്ടാണ് പോയേക്കുന്നത്. ഒരു പേസ്റ്റൽ ബ്ലൂ ആൻഡ് അതിൻ്റെ തന്നെ ഇത് നമുക്ക് 6 ബോട്ടം വന്നേക്കുന്നത് കേട്ടോ. ടോപ്പ് ആൻഡ് ബോട്ടം ഇതുപോലെ വന്നേക്കുന്നത്. വളരെ സൂതിങ് ആയിട്ടുള്ളൊരു കളർ, ഒരു ഓഷ്യൻ ബ്ലൂ ഒക്കെ ഇല്ല, നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ കാണുന്ന ആ ഒരു ബ്ലൂ ഒക്കെ വരത്തില്ലേ, അങ്ങനെ കേട്ടോ. അപ്പോൾ ഇത് ഓഫ് കോഴ്സ് എനിക്ക് തോന്നുന്നത് ഇത് ബോട്ടം ആൻഡ് ഇത് ടോപ്പ് ആയിട്ടാണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പെയറായിട്ട് തന്നെ എടുക്കാൻ നോക്കണം. ഞാൻ ഈ സലോ ടിപ്പ് മാറ്റുന്നില്ല, കാരണം പൊടിയൊന്നും പിടിക്കേണ്ട, അതായത് നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ അങ്ങോട്ട് മാറ്റിയാൽ മതി കേട്ടോ. ഇത് കട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞു പിള്ളേരെ. അപ്പോൾ ഇതേപോലെ നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടല്ലോ. ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ പ്രിന്റ് വരിക, 6 ആഗ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ വെർട്ടിക്കലായിട്ട് താഴോട്ടാക്കിയിട്ട് ചെയ്യാൻ നോക്കുക. ചെറിയ 6 ആഗാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 6 ആഗ് ഒരു ട്രെൻഡാണ്. അപ്പോൾ ഇത് ഒന്നിച്ച് ഇത് ഒരു 5 മീറ്റർ 10 മീറ്റർ അങ്ങനെ തരില്ല, പെയറായിട്ട് തന്നെ നിങ്ങൾ എടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ വിത്ത് ഷോളിനാണെങ്കിൽ നമുക്ക് അത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് അത് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് പാൻസ് ആയിരിക്കണം വന്നിട്ടുള്ളത്. ആൻഡ് അതിന് പെയർ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത് ഇതേപോലെ ലൈറ്റ്. നിങ്ങൾക്ക് ഒന്നിച്ച് കാണുമ്പോൾ അതിൻ്റെ ഭംഗി മനസ്സിലാവും. അപ്പോൾ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ബോത്ത് ആർ 125 rupees per meter. ഓക്കെ, ലൈറ്റ് ഷെയ്ഡാണ്. ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, സോ 125 പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ നമുക്കൊരു ഡാർക്ക് ചാർട്ടാണ്. അതിനകത്ത് ഡാർക്ക് വയലറ്റ് അല്ലേ, വയലറ്റ് അല്ലേ, ഇത് സെയിം കളറാണോ നീ കാണുന്നത്? ഓക്കെ, സെയിം കളറാണ് നമുക്ക് ക്യാമറയിൽ കൂടെ കാണുന്ന ഒരു വയലറ്റിൻ്റെ ഒരു ഡാർക്ക് വെർഷൻ. ആൻഡ് ഇത് വന്നിട്ട് അതേ കളറിൽ തന്നെ വൈറ്റും കൂടെ മിക്സ് സെയിം. സോ ഇങ്ങനെയാണ് നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ ഒന്നിച്ചങ്ങ് കാണിക്കുക, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ലെങ്ത് വരാതെ നോക്കും. അപ്പോൾ ഇതേപോലെ ടോപ്പ് ആൻഡ് ബോട്ടം വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഇത് നിങ്ങൾക്ക് ടോപ്പ് ആക്കിയിട്ട് ഇത് ബോട്ടം ആക്കാം, ഇഷ്ടമുള്ള പോലെ ചൂസ് ചെയ്യാം. അപ്പോൾ ഇതും 125 തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ തിക്നെസ്. ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല, പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ടോപ്പ് ചെയ്യുന്ന സമയത്ത് ബോഡി പാർട്ടിൽ ലൈനിങ് വെച്ച് തന്നെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വളരെ ഡാർക്ക് ആയിട്ടുള്ള ഒരു വയലറ്റ് പേർപ്പിൾ, ഓക്കെ, ആ ഒരു ഷെയ്ഡിലേക്ക് പോയിരിക്കുന്നു. 125 rupees per meter. ഇങ്ങനെ സെറ്റായിട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗി, മിക്സ് ആൻഡ് മാച്ചിലൊക്കെ ചെയ്യാം. അപ്പോൾ ആ ഒരു ഇതിലേക്ക് വന്നിരിക്കുന്നു. വീഡിയോ കുറച്ച് ലെങ്തി ആണോ എന്നെനിക്ക് ഡൗട്ടുണ്ട്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഫാബാണ്, ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. എഗെയിൻ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ലൈറ്റ് ചാർട്ടാണ്. ഇന്നലെ ഞാൻ ഇടാത്തതിൻ്റെ വിഷമം തീർത്തിട്ട് ഇഷ്ടം പോലെ പ്രൊഡക്റ്റ് ഇട്ടിട്ടുണ്ട്. ഇത് ഒരു ലൈറ്റ് ബ്ലൂ, വെരി സൂതിങ് കളർ, വെരി സൂതിങ്, എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു കളർ. ഇത് നമുക്ക് ഫ്ലോറലും അതുപോലെ ഇത് ജസ്റ്റ് പോൾക്കാന്ന് പറയാൻ പറ്റത്തില്ല, ആ ബ്ലൂവിൽ ഒരു വൈറ്റ് ഡോട്ടുമായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ബോട്ടവും ഇത് ടോപ്പുമായിട്ട് നല്ല ഭംഗി ഉണ്ടാവും. അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിൻ്റെതായിട്ടുള്ള പ്രൊഡക്റ്റ് ആദ്യം കണ്ടാൽ ഇത് തന്നെ നിങ്ങൾ ടോപ്പ് ചെയ്യുന്നതായിരിക്കും രസം. ഇതായിരിക്കും കൂടുതൽ ഭംഗിയായിട്ട് ടോപ്പ് വരും. അപ്പോൾ ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് കേട്ടോ. വെരി സൂതിങ് കളർ, വെരി ലൈറ്റ് ബ്ലൂവിൽ ആ ഒരു വൈറ്റ് ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതേപോലെ ആൻഡ് ഇതാണ് നമുക്ക് ഇതായിരിക്കും ബോട്ടം. എനിക്ക് തോന്നുന്നു മിക്സ് ആൻഡ് മാച്ച് അങ്ങനെ ഒന്നും വലിയ കാര്യമായിട്ടൊന്നും ചെയ്യണ്ട, ജസ്റ്റ് അത് ചെയ്താൽ തന്നെ അത്ര ഭംഗിയായിരിക്കും പ്രൊഡക്റ്റ്. ഉണ്ടോ, ഒന്നിച്ച് കാണുന്നുണ്ട്, സെയിം കളറാണല്ലോ കാണുന്നത്. ഓക്കെ, അപ്പോൾ വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ 125 വന്നിരിക്കുന്നു കേട്ടോ. ഇഷ്ടമുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കുക, കൂട്ടത്തിൽ നിങ്ങൾക്ക് എത്രയാണ് പ്രൊഡക്റ്റ് വേണ്ടതെന്നും കൂടി ടൈപ്പ് ചെയ്തിടുക. ആൻഡ് മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് പ്രൊഡക്റ്റ്, ഒരു പർട്ടിക്കുലർ കോഫി ബ്രൗൺ ആൻഡ് ഗ്രേ എന്ന് പറയാൻ പറ്റത്തില്ല, ഈ ഡാർക്ക് ബ്രൗൺ ലൈറ്റായി വരത്തില്ലേ, അങ്ങനെയുള്ളൊരു കളറ്. ബ്രൗണിൻ്റെ തന്നെ ഒരു ഷെയ്ഡാണ് ഇത്. ജസ്റ്റ് എക്സ്പോർട്ട് ക്വാളിറ്റി, അത്ര നല്ല സൂപ്പർ ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത് കേട്ടോ, കോട്ടണിൽ. അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റ് ഒന്ന് കാണാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ, ഇത് പാൻസ് ആയിട്ട് ഇത് ടോപ്പിലേക്ക് പോവാം, തിരിച്ചും വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ലൈറ്റ് ഷെയ്ഡാണ് ഇഷ്ടമുള്ളവർക്ക് ടോപ്പെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് സെറ്റായിട്ട് എടുക്കണം, അത് ഓർക്കുക. അപ്പം ഇങ്ങനെയായിരിക്കും ഫസ്റ്റ് ഇതിൻ്റെ പ്രൊഡക്റ്റ് വന്നേക്കുന്നത്. നമുക്കൊരു മാത്തമാറ്റിക്കൽ പ്രിൻറ്റ് വെക്ടർ ഡിസൈൻ വന്നിട്ടുണ്ട്. അതിൽ ആ ഡാർക്ക് മെറൂണിൻ്റെ ഡോട്ട്സ് കാണാം, ആൻഡ് വൈറ്റ്, ആ കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത്. ഇത് പാൻസ് ആയിട്ട് അല്ലെങ്കിൽ ടോപ്പായിട്ട് നമുക്ക് എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. വളരെ സ്മൂത്ത് ഫാബാണ്. ഇതേപോലെ വന്നിരിക്കുന്നത് ഡാർക്ക് ഒരു കോഫിയിലേക്കാണ് പോകുന്നത് കേട്ടോ. ഡാർക്ക് ബ്രൗണിൽ
ആ ഒരു സെയിം വൈറ്റ് കോമ്പിനേഷൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. സോ ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ട് നിങ്ങൾ എങ്ങനെ എടുക്കുക. ദിസ് ഇസ് ഓൾസോ 125 rupees per meter. വീഡിയോ കുറച്ച് ലോങ് ആണെന്ന് തോന്നുന്നു, എന്നാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതൊക്കെ കാണണം. അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ വലിയൊരു കമൻസ് ഒക്കെ ഒന്ന് രേഖപ്പെടുത്തുക. വാങ്ങിയവരും നിങ്ങൾ വളരെ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള കമൻറ്റ് ഇടുക, അത് മറ്റുള്ളവർക്ക് കൂടെ യൂസ്ഫുൾ ആയിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സോ വിൽ മീറ്റ് വിത്ത് അനദർ വീഡിയോ. ഡെഫിനറ്റ്ലി കോട്ടൺ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ. Thank you so much. Take care. Bye.